ഹായ് ഗായ്സ്, ഇത് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വന്നിരിക്കുക. പൗഡർ അമ്പലത്തിൽ തൊഴുതിട്ട് വരാം. ഞങ്ങളങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. നെന്മേനിമന എന്നാണ് അതിൻ്റെ പേര്, ആ ക്ഷേത്രത്തിൻ്റെ പേര്. ഒരു എന്താ പറയുക, കുറേ പഴമ ചെന്നതാണ്. ബ്രാഹ്മിൻസ് ആണ്, അതായത് ഒരു കുടുംബക്ഷേത്രം ആയതുകൊണ്ട് നമ്മളതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറ്റില്ല. നമുക്കതിൻ്റെ ചുറ്റും നിന്നിട്ടേ തൊഴാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടത്തോട്ട് നേർച്ചയായിട്ട് എണ്ണ പിന്നെ കർപ്പൂരം അങ്ങനത്തെ ഒരു താലത്തിൽ വാങ്ങി അവിടെ ചെന്ന് തൊഴുതു. പിന്നെ പുള്ളോമ്പാട്ട്, അത് നമ്മളിങ്ങനെ പേരും നാളും പറഞ്ഞിട്ട് ഒരമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് പുള്ളിക്കാരിയെ കൊണ്ട് പാടിപ്പിച്ചു. ഞങ്ങളുടെ പേരും നാളും പറഞ്ഞിട്ട് പുള്ളി അത് പാടി. സർപ്പപ്പാട്ടോ അങ്ങനെ കാണാൻ തോന്നി, എനിക്കതിനെ കറക്റ്റ് അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾക്ക് പിന്നെ 2 ക്ഷേത്രത്തിലൂടെ പോകണമായിരുന്നു. അവിടെ ശിവക്ഷേത്രവും പിന്നെ വിഷ്ണുവിൻ്റെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള ഇതിനോട് തന്നെ ചേർന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ആമ്പൽക്കുളമുണ്ട്, ഞാൻ ജസ്റ്റ് അത് നോക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി, അവിടെ അകത്ത് കയറാം കേട്ടോ. അവിടെ അകത്ത് കയറി തൊഴുതു. ഞങ്ങളുടെ പേരിൽ നേർച്ചയെല്ലാം കഴിപ്പിച്ചു, നന്നായിട്ട് തൊഴുതു. കുറേ നാളായിരുന്നു ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നല്ല രസം കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട്. നല്ല ഒരു എന്താ പറയുക, ഒരു കുറച്ച് കാട് വൈബ് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഒരു കുറച്ച് ഉള്ളിലോട്ടുള്ളൊരിതാണ്. അത് കഴിഞ്ഞ് ഉച്ചയായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ ചോറുണ്ടു, വിശന്നിട്ട് കുടൽ കരിഞ്ഞായിരുന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊരു എന്താ പറയുക, മസാല ദോശ എയിം ചെയ്താണ് പോയത്. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ നോയമ്പുള്ളതുകൊണ്ട് എനിക്ക് വെജേ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനൊരു വെജിറ്റേറിയൻ ഊണാണ് കഴിച്ചത്. പ്രത്യേകിച്ച് കാര്യപ്പെട്ട കറിയൊന്നുമില്ല. ആകപ്പാട് എനിക്കതിനകത്ത് രസം തോന്നി ആ അച്ചാറ്, പിന്നെ ഒരു ജ്യൂസും കുടിച്ചു. ഇത്രയുള്ള ഗൈസ്. ബൈ.